പക്ഷെ അവിടെ ബി.ജെ.പിയുടെ പിന്തുണ തേടിക്കൊണ്ടാണ് കോൺഗ്രസ്. ബി.ജെ.പി വിജയിച്ചു അല്ലെങ്കിൽ അധികാരത്തിൽ വരാതിരിക്കാൻ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കാനോ ഏകോപിപ്പിക്കാനോ ഇവിടുത്തെ കോൺഗ്രസിനോ CPM-നോ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയെ ഇവർ ബി.ജെ.പിയുടെ അധികാര ആരോഹണത്തിന് അവസരമൊരുക്കില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുമായി സഹകരിക്കില്ല പറയുമ്പോൾ തന്നെ അവർക്ക് അധികാരത്തിൽ വരുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കോൺഗ്രസ്. കാരണം അവിടെ ഞങ്ങൾ പ്രസിഡന്റ് ഇലക്ഷൻ വന്നു. പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണച്ചു. അവർ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പുറത്ത് പറഞ്ഞ പ്രസ്താവന രാജിവെച്ചു. പിന്നെ ഉടനെ ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വരികയാണ്. അപ്പൊ നമുക്ക് തോന്നി എന്തായാലും ഞങ്ങൾ പിന്തുണച്ചാൽ കോൺഗ്രസ് ഇനി രാജിവെക്കും, അവർ നാടകത്തിന് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾ മത്സരിച്ചു. ഞങ്ങൾക്ക് 3 സീറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു. 3 സ്ഥാനാർത്ഥികൾ വന്നു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്, SDP സ്ഥാനാർത്ഥിയുണ്ട്. 3 സ്ഥാനാർത്ഥികളുണ്ടായി. സ്വാഭാവികമായി ഞങ്ങൾക്ക് 3 വോട്ട് കിട്ടി. ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് പോയി. 1ാം സ്ഥാനത്ത് 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുണ്ടായി, ബി.ജെ.പിക്കും കോൺഗ്രസിനും. അങ്ങനെ വന്നപ്പോൾ നറുക്കെടുത്തപ്പോ ലക്കി അടിച്ചത് ബി.ജെ.പിക്കാണ്. അപ്പോൾ അവിടെ ബി.ജെ.പി വരികയാണ്. സത്യത്തിൽ അവിടെ SDP പിന്തുണ തേടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യങ്ങളോ ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയാനോ വേണമെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാലോ. 5 സീറ്റുള്ള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ 3 സീറ്റുള്ള SDP ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെടാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെടാം. ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ നിരുപാധികം അവിടെ കോൺഗ്രസിന് പിന്തുണച്ചതാണ്. കാരണം അവിടെ ബി.ജെ.പി മാറാൻ അവിടെ LDF-ന് 1 സീറ്റേ ഉള്ളൂ. പിന്നെ അവരെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനെ പിന്തുണച്ചു. പക്ഷെ ഇങ്ങനെ അവിടെ ബി.ജെ.പിക്ക് വൈസ് പ്രസിഡന്റ് ആകാൻ അവസരം കൊടുത്തു. ഇനി പ്രസിഡന്റ് ഇലക്ഷൻ മാറ്റിവെച്ചതാണ്, ഇനി 2ാമത് വരും. ഞങ്ങൾ ഇനി അടുത്തൊരു തീരുമാനം അവിടെ ഞങ്ങൾ ഒറ്റ മത്സരിക്കാൻ തന്നെയാണ്. ഇനിയും അവിടെ നാടകം കളിച്ച് ഒരു അസ്ഥിരത ഉണ്ടാക്കിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഇനിയും വരുമ്പോൾ ഇപ്പൊ എന്താണോ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടന്നത് അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങളും മത്സരിക്കും, 3 ടീമും മത്സരിക്കും. ഞങ്ങൾ സ്വാഭാവികമായി 3 അംഗങ്ങൾ മാത്രമുള്ള പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ 2ാം സ്ഥാനത്ത് പോകും. 1ാം സ്ഥാനത്ത് 2 കോൺഗ്രസും ബി.ജെ.പിയും വരും. നറുക്കെടുക്കും. ഒരുപക്ഷെ ബി.ജെ.പി വന്നേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് വന്നേക്കാം. ഓൾറെഡി വൈസ് പ്രസിഡന്റ് ബി.ജെ.പി ആയിക്കഴിഞ്ഞു. ഇതിനർത്ഥം ബി.ജെ.പി വരുന്നതിന് ഒരു നിരുപാധികമായി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ബി.ജെ.പി വരുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കോൺഗ്രസ് നിലപാടുകൾ അവസരമൊരുക്കി വരികയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമരകം പഞ്ചായത്തിൽ 5 കോൺഗ്രസിനും 3 ബി.ജെ.പിക്കുമാണ്. പക്ഷെ അവിടെ ബി.ജെ.പിയുടെ പിന്തുണ തേടിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. അത് നമ്മൾ മനസ്സിലാക്കണം. ബി.ജെ.പി പിന്തുണ തേടിക്കൊണ്ടാണ്. പിന്നെ മറ്റത്തൊരു പഞ്ചായത്ത് നമുക്കറിയാം. മറ്റത്തൊരു പഞ്ചായത്തില് 8 ആളുകളും ബി.ജെ.പിയുടെ കൂടെ നിന്നു. അത് വേറെ വിഷയം. ഒന്നായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി.ജെ.പി വിജയിച്ചു അല്ലെങ്കിൽ അധികാരത്തിൽ വരാതിരിക്കാൻ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കാനോ ഏകോപിപ്പിക്കാനോ ഇവിടുത്തെ കോൺഗ്രസിനോ CPM-നോ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഈ രീതിയിലുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡിയിലെ ചെയർമാൻ വൈസ് ചെയർമാൻ സീറ്റിൽ നടന്ന ഇലക്ഷന് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ തൃശൂർ ജില്ലയില് ചൊവ്വന്നൂർ പഞ്ചായത്തില് ഞങ്ങൾ പിന്നെ അവിടെ ഇതുപോലെ ടൈപ്പാണ്. ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷെ അവര് രാജിവെച്ചിട്ടില്ല. പിന്നെ KPCCയുടെ നിർദ്ദേശം അവർ ലംഘിക്കുകയാണ് ചെയ്തത്. അതും ഞങ്ങൾ അവിടെ കൊടുത്തത് ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു, അല്ലാതെ വെറുതെ പതിച്ചു കൊടുത്തായിരുന്നില്ല. ഞങ്ങൾ എവിടെയെങ്കിലും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനത്തിന്റെ ഭാഗമാണ്, അല്ലാതെ നിരുപാധികം വെറുതെ വോട്ട് പതിച്ചു കൊടുക്കുകയല്ല. ഒന്നുകിൽ തീരുമാനത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ബി.ജെ.പിയെ മാറ്റി നിർത്താനുള്ള നിലപാടിന്റെ ഭാഗം. ഈ 2 രീതിയിലാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ